നിങ്ങൾക്ക് 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കാണ് പ്രായം. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് യൂസിങ് ദിസ് ക്രീം. ഈ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് ഏജിങ്ങിനെ കൺട്രോൾ ചെയ്യാനും സ്കിന്നിനെ കുറച്ചും കൂടെ യങ് ആക്കി വെക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് റെറ്റിനോൾ. So it has an anti-aging property. It helps in hyperpigmentation. It fades the blemishes. It helps in acne scars. It helps your skin glow. പിന്നെ സ്കിന്നിൽ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും റെറ്റിനോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ എൻ്റെ ഇവിടെ ഒരു നല്ല സ്കാർ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞു. സോ റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടത് രാത്രിയാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ 2 to 3 times in a week നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് വെരി ലോ കോൺസെൻട്രേഷൻ. ഐ സ്റ്റാർട്ടഡ് വിത്ത് 0.1%. നിങ്ങൾക്ക് 0.2 വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് എ റെറ്റിനോൾ 0.1 റിക്വലിൻ്റെ ആണ് ഇത്. ഞാൻ ഈ പ്രൊഡക്റ്റിനെ അല്ല പറയുന്നത്. ദിസ് ഇസ് എ ബിഗിനർ ഫ്രണ്ട്ലി. നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് റെറ്റിനോൾ വേണമെങ്കിലും യൂസ് ചെയ്ത് തുടങ്ങാം. ആഫ്റ്റർ യൂസിങ് റെറ്റിനോൾ മോയ്സ്ചറൈസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് സൺസ്ക്രീൻ. ഇല്ലെങ്കിൽ നല്ല ടാനിങ് ഉണ്ടാകും, സ്കിൻ ഇറിറ്റേഷനും ഉണ്ടാകും. റെറ്റിനോളിന്റെ വൈറ്റമിൻ സിയുടെയും പ്രോപ്പർട്ടീസ് ഒക്കെ ഏകദേശം സെയിം ആണ്. പക്ഷേ there are so many difference between vitamin C and retinol. We'll talk about it in next video. I'll be sharing these kind of videos. Bye bye.